ഞാൻ കൂട്ടത്തിൽ പറയട്ടെ ഒരു കാര്യം. നിങ്ങൾക്ക് ദേഷ്യം വരുമോ? നിങ്ങൾക്ക് ദേഷ്യം വരുമോ? എന്നാ ദേഷ്യം വരാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ പറയാം. ദേഷ്യം വരാൻ സാധ്യതയുള്ള ഒരു കാര്യം പറയാം. റമളാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇഅ്തികാഫ്. ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് പള്ളിയിലെ ഇഅ്തികാഫ്. എന്നാൽ ഇഅ്തികാഫിന്റെ എല്ലാ മഹത്വവും നഷ്ടപ്പെടുത്തും എന്ത്? ഇഅ്തികാഫിൽ നടക്കുന്ന വർത്തമാനങ്ങൾ. പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരാൾ വർത്തമാനം പറഞ്ഞാൽ, ഒരാൾ പള്ളിയിൽ വർത്തമാനം പറഞ്ഞാൽ, അയാൾ നോക്കൂ നിങ്ങൾ, യുസന്നുൽ ഇഅ്തികാഫ് ഫിൽ മസ്ജിദി ഫീ കുല്ലി വഖ്തിൻ. സാധാരണ ഇഅ്തികാഫ് ഇരിക്കണം, നോമ്പിൽ പ്രത്യേകിച്ച്. ലാകിൻ യബ്തുലു സവാബുൽ ഇഅ്തികാഫി ബിശത്മിൻ ഔ ഗീബത്തിൻ ഔ കർബിൻ ഔ നമീമത്തിൻ. ഗീബത്തെ, നമീമത്തെ, ചീത്ത പറയൽ പോലത്തെ വാക്കുകൊണ്ട് ഇഅ്തികാഫിന്റെ കൂലി ബാത്തിലായി പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം. അമ്മൽ കലാമുൽ മുഹബ്ബാഹു, അത്യാവശ്യ ഹലാലായ വർത്തമാനങ്ങൾ, ഫലാ യുബ്തിലു സവാബൽ ഇഅ്തികാഫി, ഇഅ്തികാഫിന്റെ കൂലി അത് ബാത്തിലാക്കുകയില്ലെങ്കിലും നഅം യംബഗി തജന്നബുഹു, അതിനെ തൊട്ട് ഒഴിവായി നിൽക്കേണ്ടതാണ്. അന്നൽ കലാമൽ മുബാഹ ഫിൽ മസ്ജിദി. ശ്രദ്ധിക്കണണ്ട, ഹലാലായ വർത്തമാനം പോലും പള്ളിയിൽ ദുന്യാവിയായ കാര്യം പറഞ്ഞാൽ യൗകുലുൽ ഹസനാതി കമാ തൗകുലുൻ നാറുൽ ഹതബാ, തീയ വിറകിനെ തിന്നുന്നത് പോലെ പള്ളിയിൽ വർത്താനം പറഞ്ഞാൽ നന്മ പോയി പോവും. അള്ളാഹു കാക്കട്ടെ. മനസ്സിലായില്ല? പള്ളിയിൽ നിന്ന് വർത്താനം പറഞ്ഞാൽ ഉള്ള നന്മയൊക്കെ പോയി പോകും. യൗകുലുൽ ഹസനാതി കമാ തൗകുലുൻ നാറുൽ ഹതബാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട കാര്യം, യകൂന ഫീ ആഖിരി സമാനി ഖൗമുൻ, അന്ത്യനാളിൽ ഒരു വിഭാഗം ആളുകൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്. യകൂനു ഹദീസുഹും ഫീ അംരി ദുനിയാവും, അവരെ മിക്കവാറും വർത്തമാനങ്ങൾ, ദുന്യവിയായ സംസാരമെല്ലാം ഫീ മസാജിദിയും, പള്ളിയിലായിരിക്കും. ഫലാ തുജാലിസുഹും, അത്തരം ആളുകളെ കണ്ടാൽ അടുത്തിരിക്കാൻ പോലും പാടില്ല. എന്തുകൊണ്ട്? അൽ ഖായിലു വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്മി ഖാല റസൂലുള്ളാഹി, പറഞ്ഞവനും കേട്ടവനും കുറ്റത്തിൽ ഒരുപോലെയാകുന്നു. അഫലാ തുജാലിസുഹും, അവരെ കൂട്ടത്തിൽ ഇരിക്കാൻ പോലും പാടില്ല. അള്ളാഹ്ക്ക് അവരെ ആവശ്യമേ ഇല്ല. പള്ളിയിലിരുന്ന് വർത്തമാനം പറയുന്നവരെ അള്ളാഹ്ക്ക് ആവശ്യമേ ഇല്ല. അള്ളാഹു കാക്കട്ടെ.